ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ആശയവിനിമയ സുരക്ഷയ്ക്കായി സംഭവ് എന്ന തദ്ദേശീയ സംവിധാനം വികസിപ്പിച്ചത് ഇന്ത്യൻ ആർമി. സംഭവ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ പ്ലാറ്റ്ഫോം എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ആശയവിനിമയ സുരക്ഷയ്ക്കായി സംഭവ് എന്നതാണ് ആ പ്ലാറ്റ്ഫോം. സംഭവ് പ്ലാറ്റ്ഫോം തദ്ദേശീയമായി സംവിധാനം ചെയ്ത് വികസിപ്പിച്ചത് ഇന്ത്യൻ ആർമി. സംഭവ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആദി സംസ്കൃതി ന്യൂഡൽഹിയിലാണ് ആരംഭിച്ചത്. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ് ആദി സംസ്കൃതി. ആർദ്രം കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത്. ആർദ്രം കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി. ഇനി ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി. മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് ആർദ്രം കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടിയ മുനിസിപ്പാലിറ്റി, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. 1-ാം സ്ഥാനം നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ലയാണ്. ആർദ്രം കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ ആർദ്രം കേരളം പുരസ്കാരം 1-ാം സ്ഥാനം ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ല, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം, ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ല, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ജില്ല, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പോൾ എന്തൊക്കെയായിരുന്നു റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ആശയവിനിമയ സുരക്ഷയ്ക്കായി സംഭവ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ പ്ലാറ്റ്ഫോം എന്ന തദ്ദേശീയ സംവിധാനം വികസിപ്പിച്ചത് ഇന്ത്യൻ ആർമി. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആദി സംസ്കൃതി. അടുത്തത്, അഴിമതി തടയുന്നതിനായി ലോകത്തിലെ ആദ്യ AI മന്ത്രിയെ നിയമിച്ചത് അൽബേനിയ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്ഥലമാണ് വർക്കല കുന്നുകളാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്ഥലം, വർക്കല കുന്നുകൾ. ഡിഫറെൻറ്റ് ബട്ട് നോ ലെസ് എന്ന പുസ്തകം രചിച്ചത് അനുപം ഖേർ. ഡിഫറെൻറ്റ് ബട്ട് നോ ലെസ് എന്ന പുസ്തകം രചിച്ചത് അനുപം ഖേർ. ലോകത്തിലെ ഏറ്റവും ധനികൻ എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ജോയ് ആലുക്കാസ്. ഫോബ്സിൻ്റെ പട്ടിക പ്രകാരം ജോയ് ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ വ്യവസായി ജോയ് ആലുക്കാസ് ലോകത്തിലെ ഏറ്റവും ധനികനായ മലയാളി ജോയ് ആലുക്കാസ്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന താരം ജാസ്മിൻ ലംബോറിയ. ബോക്സിംഗ് ആണ് ഇനമെന്ന് മനസ്സിലാക്കാം കേട്ടോ. ജാസ്മിൻ ലംബോറിയ. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന താരം ജാസ്മിൻ ലംബോറിയ. റിവൈസ് ചെയ്യാം. അഴിമതി തടയുന്നതിനായി ലോകത്തിലെ ആദ്യ AI മന്ത്രിയെ നിയമിച്ചത് അൽബേനിയ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്ഥലം വർക്കല കുന്നുകൾ. ഡിഫറെൻറ്റ് ബട്ട് നോ ലെസ് എന്ന പുസ്തകം രചിച്ചത് അനുപം ഖേർ. ലോകത്തിലെ ഏറ്റവും ധനികൻ എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ജോയ് ആലുക്കാസ്.
ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന താരം ജാസ്മിൻ ലംബോറിയ. അടുത്തത്, ഓഫ്ലൈൻ ക്ലാസുകളും ഓൺലൈനായി ലഭിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ പഠന പോർട്ടലാണ് K-Learn എന്നത്. K-Learn. ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇനി ഓൺലൈനായി തന്നെ ലഭിക്കാനായി ഈ ഒരു പോർട്ടൽ സഹായകമാകും. അതിനായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ പഠന പോർട്ടലാണ് K-Learn പോർട്ടൽ. K-Learn പോർട്ടൽ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 100 മീറ്റർ സ്വർണം നേടിയത് സേവില്ലയും ജെഫേഴ്സൺ വുഡനുമാണ്. സേവില്ലയും ജെഫേഴ്സൺ വുഡനും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 100 മീറ്റർ സ്വർണം നേടിയത് സേവില്ലയും ജെഫേഴ്സൺ വുഡനും. സേവില്ലയും ജെഫേഴ്സൺ വുഡനും. ഹിന്ദി ദിനം സെപ്റ്റംബർ 14. ഹിന്ദി ദിനം സെപ്റ്റംബർ 14. എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. ഹിന്ദി ദിനം സെപ്റ്റംബർ 14. എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ഇൻജെറ്റി ശ്രീനിവാസ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ഇൻജെറ്റി ശ്രീനിവാസ് ആണ്. ഇൻജെറ്റി ശ്രീനിവാസ്. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈനായി ലഭിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ പഠന പോർട്ടലാണ് K-Learn പോർട്ടൽ. K-Learn. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 100 മീറ്റർ സ്വർണം നേടിയത് സേവില്ലയും ജെഫേഴ്സൺ വുഡനും. ഹിന്ദി ദിനം സെപ്റ്റംബർ 14. എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ഇൻജെറ്റി ശ്രീനിവാസ്. അടുത്ത സെറ്റ് ചോദ്യം. AIIA ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ഡയറക്ടറായി ചുമതലയേറ്റത് പ്രദീപ് കുമാർ പ്രജാപതി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ഡയറക്ടർ, AIIAയുടെ ഡയറക്ടറായി ചുമതലയേറ്റത് പ്രദീപ് കുമാർ പ്രജാപതിയാണ്. പ്രദീപ് കുമാർ പ്രജാപതി. ഇന്ത്യയുടെ കയ്യെഴുത്തുപ്രതി പൈതൃകം ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ആരംഭിച്ച പോർട്ടലാണ് ജ്ഞാനഭാരതം പോർട്ടൽ. ജ്ഞാനഭാരതം പോർട്ടൽ. ഇന്ത്യയുടെ കയ്യെഴുത്തുപ്രതി പൈതൃകം ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ആരംഭിച്ച പോർട്ടൽ ജ്ഞാനഭാരതം പോർട്ടൽ. PV നരസിംഹറാവു സ്മാരക സാമ്പത്തിക അവാർഡ് ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് ലഭിച്ചത്. PV നരസിംഹറാവു സ്മാരക സാമ്പത്തിക ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിനാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിനാണ്. ഇൻ്റർനാഷണൽ വേൾഡ് ടാലൻറ്റ് റാങ്കിങ്ങിൽ 2025 ഇന്ത്യയുടെ റാങ്ക് 63. ഇൻ്റർനാഷണൽ വേൾഡ് ടാലൻറ്റ് റാങ്കിങ് 2025 ഇന്ത്യയുടെ റാങ്ക് 63. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ പ്രദീപ് കുമാർ പ്രജാപതി. ഇന്ത്യയുടെ കയ്യെഴുത്തുപ്രതി പൈതൃകം ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ആരംഭിച്ച പോർട്ടൽ ജ്ഞാനഭാരതം പോർട്ടൽ. PV നരസിംഹറാവു സ്മാരക സാമ്പത്തിക ശാസ്ത്ര അവാർഡ് നേടിയത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇൻ്റർനാഷണൽ വേൾഡ് ടാലൻറ്റ് റാങ്കിങ് 2025 ഇന്ത്യയുടെ സ്ഥാനം 63. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കിയത് ചൈന. വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കിയത് ചൈനയാണ്. ചൈന. ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ച മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത്. ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ചതാണ്. ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ച മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ മുഴുക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അയ്യങ്കാവ് പച്ചത്തുരുത്തിനാണ്. ഓക്കെ, അയ്യങ്കാവ് പച്ചത്തുരുത്ത്. മുഴുക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അയ്യങ്കാവ് പച്ചത്തുരുത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, കുട്ടികൾ എന്നിവരുടെ ആരോഗ്യ സംരക്ഷണ പോഷകാഹാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ്
സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്നത്? സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, കുട്ടികൾ എന്നിവരുടെ ആരോഗ്യ സംരക്ഷണ പോഷകാഹാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഈ വർഷത്തെ പ്രമേയം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നതാണ്. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. ഓസോൺ ദിനം സെപ്റ്റംബർ 16, 2025 പ്രമേയമാണ് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കിയത് ചൈന. ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ച മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് മുഴുക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അയ്യങ്കാവ് പച്ചത്തുരുത്തിന്. ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, കുട്ടികൾ എന്നിവരുടെ ആരോഗ്യ സംരക്ഷണ പോഷകാഹാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പദ്ധതി സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഈ വർഷത്തെ പ്രമേയം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. അടുത്തത് 77ാമത് പ്രൈം ടൈം എമ്മി അവാർഡുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ വിജയി ഓവൻ കൂപ്പറാണ്. ഓവൻ കൂപ്പർ 15 വയസ്സായിരുന്നു കേട്ടോ. 15 വയസ്സിലാണ് സഹനടനായിട്ടുള്ള പുരസ്കാരം ലഭിക്കുന്നത്. 77ാമത് പ്രൈം ടൈം എമ്മി അവാർഡുകളിലാണ് ഓവൻ കൂപ്പറിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ പുതിയ ഗവർണറായി നിയമിതനായത് ആചാര്യ ദേവവ്രത്. ആചാര്യ ദേവവ്രത്. പ്രവാസി മലയാളികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ. നോർക്ക കെയർ പ്രവാസി മലയാളികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. നോർക്ക കെയർ. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് വിജയികൾ സെൻട്രൽ സോൺ. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് വിജയികൾ സെൻട്രൽ സോൺ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ നടക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ നടക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏറ്റവും കുറവ് കേരളത്തിലാണ്. 77ാമത് പ്രൈം ടൈം എമ്മി അവാർഡുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ വിജയി ഓവൻ കൂപ്പർ. മഹാരാഷ്ട്രയിലെ പുതിയ ഗവർണറായി നിയമിതനായത് ആചാര്യ ദേവവ്രത്. മഹാരാഷ്ട്രയിലെ പുതിയ ഗവർണർ ആചാര്യ ദേവവ്രത്. ആചാര്യ ദേവവ്രത്. പ്രവാസി മലയാളികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ. ദുലീപ് ട്രോഫി വിജയികൾ സെൻട്രൽ സോൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ നടക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏറ്റവും കുറവ് കേരളത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ലോക തേക്ക് സമ്മേളനത്തിൻ്റെ വേദി. തേക്ക് സമ്മേളനത്തിൻ്റെ വേദി കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക തേക്ക് സമ്മേളനത്തിൻ്റെ വേദി കൊച്ചി. ഇന്ത്യയിലെ വേഗതയേറിയ ട്രെയിൻ ഡൽഹി മീററ്റ് റീജിയണൽ നമോ ഭാരതാണ്. നമോ ഭാരത്. നമോ ഭാരത്. ഇന്ത്യയിലെ വേഗതയേറിയ ട്രെയിൻ നമോ ഭാരത്. ഡൽഹി മീററ്റ് റീജിയണൽ നമോ ഭാരത്. ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന ആരോപണത്തിൽ 27 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ബ്രസീൽ മുൻ പ്രസിഡന്റാണ് ജെയിർസ് ബോൾസനാരോ. ജെയിർസ് ബോൾസനാരോ. ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന ആരോപണത്തിൽ 27 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ബ്രസീൽ മുൻ പ്രസിഡന്റാണ് ജെയിർ ബോൾസനാരോ. ബീഹാറിനു പിന്നാലെ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. ബീഹാറിനു പിന്നാലെ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം. കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചി. കേരള അർബൻ കോൺക്ലേവിൻ്റെ വേദി കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക തേക്ക് സമ്മേളനത്തിൻ്റെ വേദി കൊച്ചി. ഇന്ത്യയിലെ വേഗതയേറിയ ട്രെയിൻ ഡൽഹി മീററ്റ് റീജിയണൽ നമോ ഭാരത്. ഭരണകൂട അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന ആരോപണത്തിൽ 27 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോ. ബീഹാറിനു പിന്നാലെ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്ന സംസ്ഥാനം കേരളം. കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചി. അടുത്തത് ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് INS ആരാവലി. ഇന്ത്യൻ നേവി
ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസാണ് INS ആരാവലി. തമിഴ്നാട്ടിലെ അനാഥരായ കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ടവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അൻപ് കരങ്ങൾ എന്നത്. അൻപ് കരങ്ങൾ. തമിഴ്നാട്ടിലെ അനാഥരായ കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ടവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം അൻപ് കരങ്ങൾ എന്ന പദ്ധതിയിലൂടെ ലഭിക്കും. അൻപ് കരങ്ങൾ. ഫിഡെ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെൻറ്റിൽ വനിതകളിൽ കിരീടം നേടിയത് ആർ വൈശാലിയാണ്. ആർ വൈശാലി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ ജേഴ്സി സ്പോൺസറായത് അപ്പോളോ ടയേഴ്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ ജേഴ്സി സ്പോൺസർ അപ്പോളോ ടയേഴ്സ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അൾട്രാ മാരത്തണായ ഖാർദുംഗ്ല ചാലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത സോജ സിയ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അൾട്രാ മാരത്തണായ ഖാർദുംഗ്ല ചാലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിതയാണ് സോജ സിയ. ഓക്കെ, ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസാണ് INS ആരാവലി. തമിഴ്നാട്ടിലെ അനാഥരായ കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ടവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അൻപ് കരങ്ങൾ. ഫിഡെ ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെൻറ്റിൽ വനിതകളിൽ കിരീടം നേടിയത് ആർ വൈശാലി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ ജേഴ്സി സ്പോൺസറായത് അപ്പോളോ ടയേഴ്സ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അൾട്രാ മാരത്തണായ ഖാർദുംഗ്ല ചാലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളിയാണ് സോജ സിയ. ഓക്കെ, അടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്കിന് തറക്കല്ലിടുന്നത് മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ. രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്കാണ് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ധാർ ജില്ലയിലാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു. ഓക്കെ. അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് അഹല്യ നഗർ എന്നാണ്. അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്യപ്പെട്ട് ഇനി അഹല്യ നഗർ എന്നാണ് അറിയപ്പെടുക. അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് അഹല്യ നഗർ. ഇന്ത്യയിലെ ആദ്യത്തെ മുള അധിഷ്ഠിത എത്തനോൾ പ്ലാന്റാണ് ഗോലാഘട്ട് പ്ലാന്റ് അസമിലുള്ളത്. അസമിലെ ഗോലാഘട്ട് പ്ലാന്റ് ഇന്ത്യയിലെ ആദ്യത്തെ മുള അധിഷ്ഠിത എത്തനോൾ പ്ലാന്റാണ് അസമിലെ ഗോലാഘട്ട് പ്ലാന്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ ചിത്രമാകുന്നു. ആ ചിത്രത്തിൻ്റെ പേര് മാ വന്ദേ എന്നാണ്. മാ വന്ദേ. നായകനാകുന്നത് ഉണ്ണി മുകുന്ദനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥയാണ്. ചിത്രത്തിൻ്റെ പേര് മാ വന്ദേ. ഓക്കെ, ഇത് റിവൈസ് ചെയ്യാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്കിന് തറക്കല്ലിടുന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്തെ ധാർ ജില്ലയിലാണ്. അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് അഹല്യ നഗർ എന്നാണ്. അഹല്യ നഗർ. ഇന്ത്യയിലെ ആദ്യത്തെ മുള അധിഷ്ഠിത എത്തനോൾ പ്ലാന്റ് ഗോലാഘട്ട് പ്ലാന്റ് അസം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ ചിത്രമാകുന്നു. ചിത്രത്തിൻ്റെ പേര് മാ വന്ദേ. നായകൻ ഉണ്ണി മുകുന്ദൻ. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭനാണ്. ചെറുകഥാ വിഭാഗത്തിലാണ് ഗാസയിലെ കുട്ടികൾ എന്ന കൃതിയുള്ളത്. രചയിതാവ് ടി പത്മനാഭൻ. 2024-25 കീർത്തി പുരസ്കാരം നേടിയത് 2024-25 കീർത്തി പുരസ്കാരം നേടിയത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2024-25 കീർത്തി പുരസ്കാരം നേടിയത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ.
ജി.ബി. മെഹൻഡേൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജി.ബി. മെഹൻഡേൽ പ്രസിദ്ധനായ ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം ഈ അടുത്തിടെയാണ് അന്തരിച്ചത്. അതാണിത് ന്യൂസിൽ വരാനായിട്ടുള്ള കാരണം. ജി.ബി. മെഹൻഡേൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചരിത്രകാരനാണ്. അദ്ദേഹം ഒരു പ്രസിദ്ധനായ ചരിത്രകാരനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ്. ഓക്കെ. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി. പത്മനാഭൻ. 2024-25 കീർത്തി പുരസ്കാരം നേടിയത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ജി.ബി. മെഹൻഡേൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചരിത്രകാരനാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്. സ്ത്രീകൾക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ സെന്റർ അപ്പോളോ അധീനയിലാണ്. ന്യൂഡൽഹി. സ്ത്രീകൾക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ സെന്റർ അപ്പോളോ അധീന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2027 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCOയുടെ ഉച്ചകോടിയുടെ വേദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 2027 ഉച്ചകോടിയുടെ വേദി പാകിസ്ഥാനാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരനാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്. സ്ത്രീകൾക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ സെന്റർ അപ്പോളോ അധീന ന്യൂഡൽഹി. 2027 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയുടെ വേദി പാകിസ്ഥാൻ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാതയായ അക്വാലൈൻ ഉദ്ഘാടനം ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ പാതയായ അക്വാലൈൻ ഉദ്ഘാടനം ചെയ്യുന്നത് മുംബൈയിലാണ്. മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കുമായുള്ള ഒറ്റ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ബീമാ സുഖം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങളും ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകുമെന്നാണ് പറയുന്നത്. മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കുമായുള്ള ഒറ്റ പ്ലാറ്റ്ഫോമാണ് ബീമാ സുഖം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആയുർവേദ പരിചരണ പദ്ധതിയാണ് സൂതികാമിത്രം. ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ആയുർവേദ പരിചരണ പദ്ധതിയാണ് സൂതികാമിത്രം. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്പെയിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 134. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം സ്പെയിനിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 134. 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ഹോം ബൗണ്ട് ആണ്. 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി നേടിയ ചിത്രം ഹോം ബൗണ്ട് ആണ്. അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാതയായ അക്വാലൈൻ ഉദ്ഘാടനം ചെയ്യുന്നത് മുംബൈയിലാണ്. മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കുമായുള്ള ഒറ്റ പ്ലാറ്റ്ഫോമാണ് ബീമാ സുഖം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആയുർവേദ പരിചരണ പദ്ധതിയാണ് സൂതികാമിത്രം. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്പെയിനാണ്.
ഇന്ത്യയുടെ സ്ഥാനം 134. 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ഹോം ബൗണ്ട് ആണ്. ഹോം ബൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.